എല്ലാവരും ഈ കഥയുടെ ആദ്യ ഭാഗത്തിന് തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. ലൈക്സ് ഒക്കെ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എന്നാൽ ആവുന്ന വിധം നല്ല രീതിയിൽ എഴുതുവാൻ ഞാൻ ശ്രമിക്കാം. എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് തന്നു പ്രോത്സാഹിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ മുമ്പത്തെ പാർട്ട് കേൾക്കാത്തവർ ആ പാർട്ട് കേട്ട ശേഷം ഈ പാർട്ട് കേൾക്കുന്നതാകും അടിപൊളി. ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കേൾക്കണേ. എന്ന കഥയിലേക്ക് പോയാലോ? ഈ സമയം ക്യാബിൽ രോഷിനി, എടി സൂര്യ, നീ എന്തിനാ അയാളുടെ നമ്പർ ചോദിക്കാൻ പോയി? ചുമ്മാ അയാളുടെ ജാട കാണാനാണോ? സൂര്യ, ഒന്നും പറയണ്ട, ദേ ഇരിക്കുന്ന അവളുടെ ഒറ്റ നിർബന്ധം കൊണ്ടാ ഞാൻ അയാളോട് നമ്പർ ചോദിക്കാൻ പോയി. അയാളുടെ സംസാരം കേട്ടപ്പോ എനിക്ക് തന്നെ ചോദിക്കണ്ട എന്ന് തോന്നിപ്പോയി. എന്ത് ജാട അങ്ങേർക്ക്, കിളവനായി, എന്നിട്ടും ഋത്തിക് റോഷൻ ആണെന്ന വിചാരം. കണ്ടേച്ചാലും മതി. രോഷിനി, ഇതൊക്കെ കേട്ടിട്ടും ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്ന കണ്ടില്ലേ? എടി രാധു, നീ ഇവിടെ ഒന്നല്ലേ? രോഷിനി അതും പറഞ്ഞ് അവളെ കുലുക്കി വിളിച്ചു. രാധു പെട്ടെന്ന് ഞെട്ടി അവരെ നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്താടി PG എത്തിയോ? എന്തു പറ്റി? സൂര്യ, ബെസ്റ്റ്, ഇതിലും ഭേദം വിളിക്കാതിരിക്കുന്നതായിരുന്നു. ഒന്നുമില്ല മോളെ, നീ ഉറങ്ങിക്കോ. രാധു ഒന്ന് ഇളിച്ചു കാണിച്ചു. എന്നിട്ട് പിന്നെയും പുറത്തു നോക്കിയിരിക്കാൻ തുടങ്ങി. അവൾ ആലോചിക്കുകയായിരുന്നു, ഞാൻ എന്തിനാ അയാളെ പറ്റി വീണ്ടും വീണ്ടും ഓർക്കണേ? അയാൾ ആരാ? അയാൾ എന്നോട് ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ദേഷ്യമല്ലേ വരണ്ടേ? പിന്നെന്താ എനിക്ക് ദേഷ്യം വരാത്തെ? അയാൾ എന്തിനാ നമ്പർ തരില്ലെന്ന് പറഞ്ഞ്? അല്ലെങ്കിലും നമ്പറൊക്കെ ആരെങ്കിലും ചോദിച്ച ഉടനെ തരാമോ? എന്തായാലും ഇനി കാണുമ്പോൾ തരാമെന്നല്ലേ പറഞ്ഞ്? അപ്പൊ ഇനി കാണുമ്പോൾ വാങ്ങാലോ. രാധു, അയ്യോ. സൂര്യ ചോദിച്ചു, എന്താടി, എന്തു പറ്റി? രാധു, എടി, ഇനി അയാളെ കാണാൻ പറ്റുമോ? കാണാതെ നമ്പർ എങ്ങനെയാ വാങ്ങിക്കുന്നേ? രോഷിനി, ദേ ഒരു കുത്തുവെച്ച് തന്നാലുണ്ടല്ലോ, മനുഷ്യന്റെ നല്ല ജീവനങ്ങ് പോയി. അവളുടെ ഒരു കയ്യോ. ഇനി നീ ആ കിളവന്റെ കാര്യം എങ്ങാനും ഇവിടെ പറഞ്ഞാൽ അതോടെ നിന്റെ അവസാനമാ മോളെ. പറഞ്ഞില്ല എന്ന് വേണ്ട, മനസ്സിലായോ? രാധു, രോഷിനി, എങ്കിൽ നിനക്ക് കൊള്ളാം. ശരി, PG എത്തി, ഇറങ്ങാൻ നോക്ക്. അടുത്ത വെള്ളിയാഴ്ച. രാധു, എടി, എനിക്കൊരു ഹെൽപ്പ് വേണം. സൂര്യ ചോദിച്ചേ, അതെന്തിനാ മോളൂസേ? ചെയ്യാലോ. രാധു, എനിക്ക് അയാളെ ഒന്നുകൂടെ ഒന്ന് കാണണം. സൂര്യ, ആരെയാ ഒന്നുകൂടെ കാണണ്ടേ? രാധു, അന്ന് ട്രെയിനിൽ വെച്ച് കണ്ടില്ലേ, എനിക്ക് പുള്ളിയെ ഒന്നുകൂടെ ഒന്ന് കാണണം. സൂര്യ, അത്രേ ഉള്ളൂ, അത് സിമ്പിൾ അല്ലേ? അയ്യോ, എന്താ പറഞ്ഞ്? ഒന്നുകൂടി പറഞ്ഞ്. രാധു, എടി, നമ്മൾ അന്ന് ട്രെയിനിൽ വെച്ച് ഒരാളെ കണ്ടില്ലേ, എനിക്ക് പുള്ളിയെ ഒന്നുകൂടെ ഒന്ന് കാണണമെന്ന്. സൂര്യ, നിനക്കും എന്താ പെണ്ണെ, വയ്യേ? പനി എന്തേലും ഉണ്ടോ? നോക്കട്ടെ. രാധു, എനിക്കൊരു കുഴപ്പമില്ല, നീ എന്നെ ഹെൽപ്പ് ചെയ്യാമോ? അത് പറ. സൂര്യ, എടി, ഇപ്പൊ തന്നെ നിന്റെ കാലൊന്നും ഓക്കെ ആയതല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ പോണോ? അതും അല്ല, ഇതെങ്ങാനും അവൾ കേട്ടാ സീനാവും കേട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. രോഷിനി, എന്നെയാണോ നീ ഇപ്പൊ സ്മരിച്ചത്? ഡാഷ് മോളെ. പൊളിച്ചു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. നില്ലടി, നീ പറഞ്ഞിട്ട് പോയാ മതി. എന്താ സംഭവം? രാധുവും സൂര്യയും കൂടെ ഒന്ന് പരിങ്ങി. കൂട്ടത്തിലെ കൽപ്പത്തി എന്ന റോഷിനി വെട്ടൊന്ന് തുണ്ടം എത്ര എന്ന് അവൾ നോക്കാറില്ല. പക്ഷെ വെട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട, വെട്ടിയിരിക്കും. രോഷിനി, നീയൊക്കെ നിന്നെ കറങ്ങാതെ കാര്യം പറയാതെ പിള്ളേരെ. സൂര്യ, എടി, അതെ, ഇവൾക്ക് നമ്മൾ അന്ന് ട്രെയിനിൽ വെച്ച് കണ്ട ആളെ കാണാൻ പോണമെന്ന്. രോഷിനി, എടി, ആ കേസ് അന്നേ നമ്മൾ വിട്ടതല്ലേ, പിന്നെന്തിനാ അയാളെ കാണാൻ പോണേ? എടി മോളെ, ഇത് അവസാനം പണിയാവുമാ, പറഞ്ഞില്ലെന്ന് വേണ്ട. സൂര്യ, എടി, അങ്ങനെ ഒന്നുമില്ല, പുള്ളിയെ ജസ്റ്റ് ഒന്ന് കാണണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നിനും അല്ലടി, പ്ലീസ് ഡേ. രോഷിനി, എന്തോ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ, പക്ഷെ എന്തേലും പണിയായിട്ട് അവസാനം എന്നെ വിളിക്കാൻ വരരുത്. മക്കൾ രണ്ടും കൂടി സോൾവ് ആക്കണം, മനസ്സിലായല്ലോ? എന്നാലും നീ എന്തിനാടി ആ കളവനെ കാണാൻ പോണേ? എനിക്കതാ മനസ്സിലാവാത്തെ. സൂര്യ പറഞ്ഞു, ഇനി ഇവൾ കം ടു ഡാഡി ആണോ ഉദ്ദേശിക്കുന്നേ? റോഷിനി, കം ടു ഡാഡി, എടി കോപ്പേ, ഷുഗർ ഡാഡി, അടിപൊളി കൂട്ട്, രണ്ടും നന്നായിട്ട് ചേരും. അല്ലടി സൂര്യ, നിനക്കും പെട്ടെന്ന് ഈ കം ടു ഡാഡി എവിടുന്ന് കിട്ടി? സൂര്യ, ഹിഹിഹി, അത് പിന്നെ ഷുഗർ ഡാഡി എന്ന് പറഞ്ഞു വന്നപ്പോ അങ്ങനെ ആയിപ്പോയിതാ. സൂര്യ മനസ്സിൽ പറഞ്ഞു, ദൈവമേ, ഇപ്പൊ പണി ആയേനെ, ജസ്റ്റ് മിസ്. നീ എന്തേലൊക്കെ കാണിക്കേ, ഞാൻ ഉറങ്ങാൻ പോവാ, ഗുഡ് നൈറ്റ്. രാധു, ഭാഗ്യം, അവൾ സമ്മതിച്ചു. അപ്പൊ നമുക്ക് നാളെ പോയാലോ? നമ്മളോ? അയ്യടാ, മോൾ ഒറ്റയ്ക്കങ്ങ് പോയാ മതി, എനിക്ക് നാളെ ഉറങ്ങണം. അതുപോലെ തന്നെ കുറച്ച് റീൽസൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുണ്ട്. ഐ ആം വെരി ബിസി മൈ ഗേൾ. എടേ, കഷ്ടമുണ്ട്, നീ കൂടെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് നീയല്ലേ ഉള്ളൂ.
ഓ, സൈക്കോളജിക്കൽ മൂവ്, അത് കൊള്ളാം. എടി പെണ്ണെ, എന്റെ ഫോളോവേഴ്സ് സമയാസമയം എന്തേലുമൊക്കെ കൊടുത്തില്ലെങ്കിൽ അവന്മാർ വേറെ നോക്കി പോകും. പിന്നെ ഞാൻ വീണ്ടും ഒന്നിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ടൈറ്റ് കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണ് മോളെ, റിസ്ക് എടുക്കാൻ പറ്റില്ല. രാധു, ഒന്നുമില്ല, നമ്മൾ നമ്മളെ പോകുന്നു. നീ എന്റെ കൂടെ വരുന്നു, അത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്. എടി എടി, ഞാൻ വരില്ല. ഹാ, പോയോ? അടിപൊളി. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അങ്ങനെ സൺഡേ നൈറ്റ് റൂമിൽ, എന്റെ പൊന്നു മോളെ, എനിക്ക് വയ്യ, ഞാൻ മടുത്തു. അഹഹാ, എന്തായടി, അവളുടെ അപ്പൂപ്പന് കിട്ടിയോ? ഒന്നും പറയണ്ട, 2 ദിവസം ഫുൾ കറങ്ങി കറങ്ങി മടുത്തു. ഞാൻ നിർത്തുക, എന്നെ കൊണ്ട് ഇനി പറ്റൂല. ഓ, എന്നാ വെയില, ടാൻ അടിച്ച് ഫുൾ ബോഡി പോയി കിട്ടി. രോഷിനി, എടി രാധു, നീ എന്താ ഈ ആലോചിക്കുന്നേ? രാധു, ഞാൻ അടുത്ത വീക്ക് പോവണ്ടേ? സ്ഥലങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതാ. പുള്ളിയുടെ ടേസ്റ്റ് നമുക്കറിയില്ലല്ലോ, അത് വെച്ചൊന്ന് നോക്കണം. സൂര്യ, തനിച്ചങ്ങ് പോയാ മതി, ഞാനെങ്ങുമില്ല ഇനി. എടി രോഷിനി, ഇവൾക്ക് അയാളോട് പ്രേമമാണെന്നാ എനിക്കൊരു സംശയമില്ലാത്ത എനിക്കൊരു സംശയമില്ലാതെയില്ല. രാധു, പ്രേമോ? എനിക്കോ? പൊടി, നിനക്ക് വട്ടാ. രോഷിനി, ഹാ, വട്ട ആർക്കാന്നൊക്കെ ഉടനെ എല്ലാവർക്കും മനസ്സിലാകും. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട മോളെ. നീ എന്താടി അങ്ങനെ പറഞ്ഞ്? എനിക്കൊന്നും കണ്ട് സംസാരിക്കണമെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ ഓക്കെ, എന്തേലുമൊക്കെ കാണിക്കേ, ഞാനൊന്നും പറയുന്നില്ല. രോഷിനി പറഞ്ഞു. അങ്ങനെ അടുത്ത ശനിയാഴ്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഫേയിൽ നിന്ന് അവരുടെ സ്പെഷ്യൽ കോഫിയും കുടിച്ച് ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. പെട്ടെന്നാണ് ഒരു മധുരമുള്ള സ്വരം കേൾക്കുന്നത്. സാർ, വിരോധമില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ? തമിഴ്നാട്ടിൽ ആരോടാ മലയാളം പറയുന്നേ? അതും ഞാൻ മലയാളിയായാണോ എന്ന് പോലും ചോദിക്കാതെ. അങ്ങനെ ചിന്തിച്ചാ നോക്കിയപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയേ. ആരെയാണോ കാണാൻ ഒരുപാട് കൊതിച്ച് ഒന്നുകൂടെ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ച ആ ആള് തന്നെ വന്നു മുന്നിൽ നിൽക്കുന്നു. ഇനി ഇതെങ്ങാനും സ്വപ്നമാണോ എന്നറിയാൻ ഞാനൊന്ന് നുള്ളി നോക്കി. അല്ല, സ്വപ്നമല്ല, വേദനയുണ്ട്. സാർ ഒന്നും പറഞ്ഞില്ല, ഇരുന്നോട്ടെ? സന്തോഷ്, ഓ, എന്തിനാ ചോദിക്കണേ, ഇരുന്നൂടെ? നിങ്ങളെന്താ ഇവിടെ, ആരെങ്കിലും കാണാൻ വന്നതാണോ? അതെന്താ, കോഫി കുടിക്കാൻ വരാൻ പാടില്ലെന്നുണ്ടോ? സൂര്യ ചോദിച്ചു. സന്തോഷ് പറഞ്ഞു, അയ്യോ, അങ്ങനെ ഒന്നുമില്ല, ചുമ്മാ കണ്ടപ്പോ ചോദിച്ചതാ. തന്റെ കാല് ശരിയായോ? എപ്പൊ എങ്ങനെയുണ്ട്? സൂര്യ, ഇപ്പൊ കുഴപ്പമില്ല, എല്ലാം ഓക്കെയായി. സന്തോഷ്, അതെന്താടോ, തന്റെ കൂട്ടുകാരൊത്തി ഒന്നും മിണ്ടത്തില്ലേ? അതും ചോദിച്ചു ഞാൻ അവളെ നോക്കി. പെട്ടെന്ന് അവൾ മുഖമുയർത്തി എന്നോട് ചോദിച്ചു, ഇനി കാണുമ്പോൾ നമ്പർ തരാം എന്നല്ലേ പറഞ്ഞ്? തന്നില്ലല്ലോ? രാധു ചോദിച്ചു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അവൾ വേറെ ഒന്നും ചോദിക്കാതെ എത്ര ഓപ്പൺ ആയിട്ടാ അന്നത്തെ കാര്യം ഓർത്ത് ചോദിക്കുന്നെന്ന് ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചില്ല. ഒരു ഞെട്ടലിൽ തന്നെയാ നമ്പർ പറഞ്ഞു കൊടുത്തത്. നമ്പർ മൊബൈലിൽ സേവ് ആക്കിയിട്ട് അവൾ എന്നോട് ചോദിച്ചു, എപ്പോഴും എല്ലാരോടും അന്നത്തെ പോലെ തന്നെയാണ് പെരുമാറുന്നത്, ഒട്ടും മാനേഴ്സ് ഇല്ലാതെ? അത് ഞാൻ അന്നത്തെ ഒരു മൂഡിൽ അങ്ങനെ പറ്റിപ്പോയതാ. അതിന് ഞാൻ അന്നേ സോറി പറഞ്ഞതല്ലേ, വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞേക്കാം. സോറി സോറി സോറി, മതിയോ? സന്തോഷ് ചോദിച്ചു. രാധു പറഞ്ഞു, സ്വന്തം മൂഡ് വെച്ച് മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നത് മോശമല്ലേ ചേട്ടാ, അതും ഒരു പരിചയമില്ലാത്ത പെൺകുട്ടികളോട്. അതൊക്കെ ശരിയാണോ? അല്ല, അത് പിന്നെ. സന്തോഷ്, ഞാൻ കാരണം എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് നാണക്കേടുണ്ടായി. അത് എനിക്ക് നല്ല സങ്കടമായി. നിങ്ങളെ കാണുമ്പോൾ ഇതൊന്ന് പറയണം എന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ശരി, എന്നാൽ വാടി, പോകാം. അതും പറഞ്ഞു വായും തുറന്നിരിക്കുന്ന സൂര്യയെ പിടിച്ച് എണിപ്പിച്ച് രാധു പോകാൻ ഇറങ്ങി. ഹലോ ഹലോ, എടോ, തന്റെ നമ്പർ തന്നില്ലല്ലോ, നമ്മൾ ഇനി കാണുമോ? സന്തോഷ് ചോദിച്ചു. രാധു പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, അപ്പൊ ശരി ചേട്ടാ, ബായ്. അത് കേട്ട് ഞാൻ അത്യാവശ്യം ചമ്മി അവർ പോകുന്നു നോക്കി അവിടെ ഇരുന്നു. എടി മോളെ, നീ ഒന്ന് നിന്നെ, ഈ ട്വിസ്റ്റ് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ലടി. ഓ എന്റെ പൊന്നോ, എന്തൊക്കെയാടി നീ അയാളെ പറഞ്ഞ്? നിനക്ക് ഞങ്ങളോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലേടി. ഞാൻ വിചാരിച്ചു നിനക്ക് അയാളെ കണ്ട് പ്രേമമായി. നീ ഐ ലവ് യു പറയാൻ നടന്നതാണെന്ന് സൂര്യ പറഞ്ഞു. എന്തായാലും പൊളിച്ചു മുത്തേ, ലവ് യു ഡേ. എനിക്ക് ഇത്രയും സന്തോഷം ഈ ഇടക്കാലത്തൊന്നും വന്നിട്ടില്ല. അയാളുടെ മുഖമൊന്ന് കാണണമായിരുന്നു. ഓ, ഓർക്കും തോറും നിന്നങ്ങ് ഓ. അവൾ തുള്ളിച്ചാടി. അങ്ങനെ ഒന്നും ഞാൻ എൻ്റെ കൂട്ടുകാരെ വിട്ടുകൊടുക്കില്ലടി. എനിക്ക് നിങ്ങളെക്കാൾ വലുതല്ല ഇന്നലെ കണ്ട ആ ചേട്ടൻ. ശരി, വാ, സമയം കളയണ്ട, റൂമിൽ പോയി കിടന്നുറങ്ങാം, നല്ല ക്ഷീണമുണ്ട്, രാധു പറഞ്ഞു. ഓക്കെ മോളെ, കം ലെറ്റ്സ് ഗോ. അന്ന് രാത്രി ശരിക്കും ഇന്ന് അവൾ യാദൃച്ഛികമായി അവിടെ വന്നതാണോ അതോ അവൾ എന്നെ തിരക്കി കണ്ടുപിടിച്ചതാണോ? എന്നാലും അവൾ എന്നോട് അങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ആള് ടെററാണ്, കാണും പോലെ സോഫ്റ്റ് ഒന്നുമല്ല.
സത്യത്തിൽ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് എന്താ അവളോട് ദേഷ്യമൊന്നും തോന്നിയില്ലല്ലോ. പെണ്ണ് അത്ര സുന്ദരിയൊന്നല്ല, പക്ഷെ എന്തോ ഒന്ന് അവളിലുണ്ട്, എല്ലാവരെയും മയക്കുന്ന എന്തോ ഒന്ന്. ശേ, പുല്ല്, പെണ്ണ് മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ. ശടാ, ഉറക്കം വരുന്നില്ലല്ലോ. അവളോട് സോറി ഒക്കെ പറഞ്ഞു. അവൾ പോയതല്ലേ, ഞാൻ എന്തിനാ അവളെ തന്നെ ഓർത്തോർത്തിരിക്കണേ. ഇങ്ങനെയാണെങ്കിൽ മോനെ സന്തോഷേ, നീ കുറച്ച് ബുദ്ധിമുട്ടും കേട്ടോ. അവന് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. അതെ, പുഞ്ചിരിയോടെ തന്നെ അവൻ ഉറങ്ങിപ്പോയി. ഈ സമയം റൂമിൽ രാധ ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയായിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞത് ഒരുപാട് കൂടിപ്പോയോ? ആൾക്ക് നല്ല സങ്കടമായെന്ന് തോന്നുന്നു. പക്ഷെ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ. ഞാൻ പാവം കുട്ടിയല്ലേ, എന്നോട് അങ്ങനെയൊക്കെ പറയാവോ? അതും പോരാഞ്ഞിട്ട് എന്റെ ഫ്രണ്ട്സിനൊക്കെ അപമാനിച്ചില്ലേ, അപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്റെ ഫ്രണ്ട്സിനേക്കാൾ വലുതായി എനിക്ക് ആരുമില്ല. എന്നും എപ്പോഴും എനിക്ക് കൂട്ടായി അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്ലസ് ടു തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാ, സൂര്യയോടും റോഷിനിയോടും. അത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി വരെ കൂടെയുണ്ട് അവർ. കെവിനുമായി ബ്രേക്കപ്പ് ആയ ടൈം പോലും അവർ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അവർ എനിക്ക് വേണ്ടി അപമാനപ്പെട്ടപ്പോൾ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ഇന്ന് സൂര്യ രോഷിനിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൾക്കും സന്തോഷമായി. അവൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്നൊട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് അവളുടെ പ്രവൃത്തികൾ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്തായാലും എനിക്കിപ്പോൾ സമാധാനമായി. ഞാൻ കാരണം അവർക്ക് വന്ന അപമാനത്തിന് ഒരു പരിഹാരം കാണാൻ പറ്റിയല്ലോ. പക്ഷെ എന്നിട്ടും എന്താ എനിക്കൊരു സന്തോഷം വരാത്തെ? എന്തിനാ വീണ്ടും വീണ്ടും അയാളെ പറ്റി ഓർക്കുന്നേ? ദേവി, എന്നെ സഹായിക്കണേ. അയാളെ എന്റെ ഓർമ്മയിൽ വരുത്താതെ നോക്കണേ. പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ടും അവൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് അയാളുടെ വാട്സപ്പ് നോക്കിക്കൊണ്ടിരുന്നു. DP ഒന്നുമില്ല. ചിലപ്പോൾ നമ്പർ സേവ് ചെയ്യാത്തത് കൊണ്ടാവും. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് അവൾ എങ്ങനെയോ ആ രാത്രി വെളുപ്പിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം, ദേവി, അയാൾ മനസ്സിൽ നിന്ന് പോണില്ലല്ലോ. വെറുതെ ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, പുള്ളി എന്നോട് വീണ്ടും ദേഷ്യപ്പെട്ടാലോ? എന്തായാലും ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്കാം. ഒരുപാട് നേരം പിന്നെയും ആലോചിച്ചു. അവസാനം എന്തേലും വരട്ടെ എന്ന് വിചാരിച്ചു അവൾ അയാൾക്കൊരു ഹായ് മെസ്സേജ് അയച്ചു. അയച്ച അരമണിക്കൂർ കഴിഞ്ഞു അവൾക്കൊരു റിപ്ലൈ വരണേ. അവൾ ആകാംക്ഷയോടെ നോക്കി. സന്തോഷ്, ഹേയ്, ഹൂ ഈസ് ദിസ്? രാധു. ഞാൻ രാധുവാ. സന്തോഷ്, ഏത് രാധു? അന്ന് ട്രെയിനിൽ വെച്ച കണ്ട കുട്ടി. സന്തോഷ്, ഓ എടോ, താനാണോ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ, അതാ പെട്ടെന്ന് മനസ്സിലാവാത്തെ. ശരി. അതുമല്ല, അന്നത്തെ എന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ കരുതി ഇനി ഒരിക്കലും എന്നോട് മിണ്ടില്ല താൻ എന്ന്. മിണ്ടണ്ടെന്ന് വിചാരിച്ചതാ, പിന്നെ എന്തോ പാവം തോന്നി. സന്തോഷ്, അത് ഇപ്പൊ നന്നായല്ലോ. ഞാൻ അത്ര പാവമൊന്നും അല്ലാട്ടോ. അല്ല, ഞാൻ പാവമാണെന്ന് വിചാരിച്ചു മെസ്സേജ് ചെയ്ത്. അപ്പൊ ഞാൻ പോട്ടെ, ബൈ, രാധു പറഞ്ഞു. സന്തോഷ് ചോദിച്ചു, അയ്യോ പോവല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാൻ വെറും പാവമാടോ, അമ്മയാണ് സത്യം. പാവം അമ്മയെ വെറുതെ വിടല്ലേ, രാധു പറഞ്ഞു. തനിക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട, താൻ പോയിക്കോ, സന്തോഷ് പറഞ്ഞു. ശരി ശരി, ഞാൻ വിശ്വസിച്ചു. അപ്പൊ ശരി, എന്നാ ഞാൻ ഉറങ്ങട്ടെ, ബൈ. ഇനി പിന്നെ വരുമോ താൻ? സന്തോഷ് ചോദിച്ചു. നോക്കട്ടെ, ആലോചിച്ചു പറയാം. അത് മതി, അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. രണ്ടുപേരും മെസ്സേജ് ചെയ്ത് കഴിഞ്ഞിട്ടും ഫോൺ കയ്യിൽ പിടിച്ച് പുഞ്ചിരിച്ചു കൊണ്ട് നിന്നു. പിന്നെ ഡെയിലി വൈകുന്നേരം ജോലി കഴിഞ്ഞു വന്നു രണ്ടുപേരും മെസ്സേജ് ചെയ്യാൻ തുടങ്ങി. പതുക്കെ പതുക്കെ മെസ്സേജ് ചെയ്യുന്ന സമയം കൂടാൻ തുടങ്ങി. രണ്ടുപേരും സമയം കിട്ടുമ്പോഴൊക്കെ മെസ്സേജ് ചെയ്യാൻ തുടങ്ങി. രാവിലെയും ബ്രേക്ക് ടൈമിലും ഒക്കെ മെസ്സേജായി പോയി തുടങ്ങി. രണ്ടുപേർക്കും പരസ്പരം റൂട്ടിൻ ഒക്കെ ഇപ്പൊ അറിയാം. അതുകൊണ്ട് തന്നെ മെസ്സേജ് വരുന്ന സമയമൊക്കെ രണ്ടുപേർക്കും നല്ലപോലെ അറിയാം. അങ്ങനെ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം, ഹലോ മാഷ, എവിടെയാ? രാധ ചോദിച്ചു. എടാ മോനെ, ഞാനിപ്പോ വന്നു കയറിയതേ ഉള്ളൂ. തന്റെ വർക്ക് കഴിഞ്ഞോ? റൂമിൽ എത്തിയില്ലേ? എന്ത് ചെയ്യാ? സന്തോഷ് ചോദിച്ചു. എത്തി, ഫ്രഷായി, ഫുഡ് കഴിച്ചു, അവളുമാരുമായി ഇരിക്കുക. ആണോ? എനിക്ക് മെസ്സേജ് അയക്കണമെന്ന് ഫ്രണ്ട്സിന് അറിയാമോ? ദേവി, അതൊന്നും അറിയില്ല. അറിഞ്ഞാൽ അവർ എന്നെ കൊല്ലും, രാധു പറഞ്ഞു. പോടാ, അങ്ങനൊക്കെ ചെയ്യാമോ? രാധു, സൂര്യ കുഴപ്പമില്ല, പക്ഷേ രോഷിനി അല്പം കലിപ്പാ. അവളെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ കൊല്ലും. റിസ്കാ മോനെ. മോനോ? കൊള്ളാലോ, സന്തോഷ് പറഞ്ഞു. സോറി, ഒരു ഫ്ലോയിൽ വന്നതാ. അയ്യോ, സോറി ഒക്കെ എന്തിനാടാ, എനിക്കും അത് ഇഷ്ടായി. ആണോ ശരിക്കും? ആന്നേ. എടോ, താൻ ഈ മെസ്സേജ് അല്ലാതെ കോൾ വിളിക്കേ. അതെ, ഈ മെസ്സേജ് തന്നെ ഇയാൾക്ക് ഓവറാ. ഒരാഗ്രഹം കൊണ്ട് ചോദിച്ചതാടോ. സാരമില്ല, തനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. താല്പര്യത്തിന്റെ അല്ല മാഷേ, എന്റെ കൂടെ എപ്പോഴും ആളുണ്ടാവും. അവളുമാരെ വെട്ടിച്ച് കോൾ ചെയ്യാനൊന്നും പറ്റില്ല. ഇനി കോൾ വേണമെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ നോക്കാം. എന്താ പോരെ? രാധ ചോദിച്ചു. മതി, ധാരാളം.
രാധു, അല്ലേലും മാഷിന് ഇപ്പൊ കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ കൂടി വരുന്നുണ്ട്. ഞാൻ അത് ശ്രദ്ധിക്കാതെ ഇല്ല. ഉടനെ ഒരു ബ്ലോക്കിന് വേണ്ടി വരുമോ? ഡിമാൻഡോ? എനിക്കോ? ഓടോ പാവം, ഞാനൊന്ന് സൗണ്ട് കേൾക്കണമെന്ന് പറഞ്ഞതാണ്. തന്റെ ഡിമാൻഡ് എന്തുവാടെ? സന്തോഷ് പറഞ്ഞു. ശരി ശരി, പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. പക്ഷെ വേറെ ഒന്നും തോന്നരുത്. ചോദിക്കട്ടെ? രാധ ചോദിച്ചു. സന്തോഷ് പറഞ്ഞു. താൻ എന്തിനിത്ര ഇൻട്രൊഡക്ഷൻ ഒക്കെ ഇടുന്നേ? ചോദിക്കുന്നേ. നോ പ്രോബ്ലം. വീട്ടിൽ എന്താ പറ്റിയേ? പിരിഞ്ഞ കഴിയണെന്നറിയാം. എന്താ റീസൺ? പറയാൻ പറ്റുന്നതാണോ? പറയൂ. രാധു പറഞ്ഞു. എടോ, അത് ഫാമിലി പ്രശ്നങ്ങളാടാ. അതായത് അവൾക്ക് എൻ്റെ വീട്ടുകാരെ പിടിക്കുന്നില്ല, എൻ്റെ വീട്ടുകാർക്ക് അവൾക്ക് പിടിക്കുന്നില്ല. രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് മടുത്തപ്പോഴാണ് ഞാൻ ചെന്നൈക്ക് വണ്ടി കയറിയേ. അത്ര മടുത്തു പോയി ലൈഫ്, സന്തോഷ് പറഞ്ഞു. അവളോടും എൻ്റെ വീട്ടുകാരോടൊക്കെ പറഞ്ഞു പറഞ്ഞു മടുത്തു. ഒരുപാട് പേരെ കൊണ്ടൊക്കെ സംസാരിച്ചു നോക്കി. അവസാനം അവൾ കൂടും കുടുക്കയും എടുത്ത് അവളുടെ വീട്ടിൽ പോയി. ഞാൻ നേരെ ഇങ്ങോട്ടും. ഇനി എന്താ മാഷിന്റെ പ്ലാൻ? എല്ലാം സോൾവ് ചെയ്യണ്ടേ? രാധ ചോദിച്ചു. ചെയ്യണം, പക്ഷെ അത് അവർക്കും കൂടി തോന്നണ്ടേ? അങ്ങനെ തോന്നി വരട്ടെ, അപ്പൊ നോക്കാം, സന്തോഷ് പറഞ്ഞു. ശരി എന്നാ, ഫുഡിന് ടൈമായി, പിന്നെ കാണാം. ടേക്ക് കെയർ, രാധു പറഞ്ഞു. ഓക്കെ ബൈ. അന്ന് രാത്രി സന്തോഷ് ഉറങ്ങിയോ? ഇല്ലെങ്കിൽ ചുമ്മാ അങ്ങ് ജാട കാണിക്കുക അല്ലേ? ഞാൻ ഉറങ്ങുവാ. ഗുഡ് നൈറ്റ്. അയ്യോ സോറി സോറി, പോകല്ലേ. എനിക്ക് ആ ജാട പറഞ്ഞപ്പോ മാറിപ്പോയതാ, സന്തോഷ് പറഞ്ഞു. ഹാ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇനി കാര്യം പറ, രാധു പറഞ്ഞു. സന്തോഷ്. അതെ, ഈ ശനിയാഴ്ച എന്താ പരിപാടി? ഫ്രീ ആണോ? എന്താ മോനെ ഉദ്ദേശം? കറങ്ങാനൊക്കെ ആണെങ്കിൽ നോക്കണ്ട, ഞാൻ വരില്ല, രാധു പറഞ്ഞു. എടോ, വേറെ ഒന്നിനല്ല, ഒരു കോഫി കുടിക്കാനാടോ, സന്തോഷ് പറഞ്ഞു. വേറെ എന്തേലും പറയാനുണ്ടോ? രാധു ചോദിച്ചു. സന്തോഷ് ചോദിച്ചു. ഒറ്റയ്ക്ക് വരാൻ പറ്റുമോ? രാധു. ഇനി മെസ്സേജ് ചെയ്യണ്ട, ഞാൻ വരില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. സന്തോഷ്. ശരി, ഗുഡ് നൈറ്റ്. അന്ന് രാത്രി 1 മണിക്ക് ശേഷം എനിക്കൊരു മെസ്സേജ് വന്നു. പക്ഷെ ഉറങ്ങിപ്പോയത് കൊണ്ട് രാവിലെയാ ഞാൻ ആ മെസ്സേജ് കണ്ടേ. വായിച്ചപ്പോൾ ഞാൻ ചിരിച്ചുപോയി. അന്ന് കണ്ട കഫേയില്ലേ, അവിടെ 5 PM. ഈ കഥയുടെ 3ാമത്തെ പാർട്ടുമായി ഉടനെ വരാം. കൂട്ടുകാരെ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കില്ല.